ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് മനുഷ്യരാൽ അസാധ്യമായിരിക്കും, എന്നാൽ അത് ദൈവത്താൽ സാധ്യവും ആയിരിക്കും. ഈ യേശു കർത്താവ് പല കുരുടന്മാരെ വിശുദ്ധ ബൈബിളിൽ സൗഖ്യമാക്കിയിട്ടുണ്ട്. തിമായുടെ മകനായ ബർത്തിയുമായി ഒരു കുരുടനായിരുന്നു. കർത്താവ് അവനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല കുരുടന്മാരെയും തിരുവെഴുത്തിൽ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്ന പിറവിയിലെ കുരുടനായ ആ മനുഷ്യന് മറ്റുള്ള കുരുടന്മാരിൽ നിന്ന് കുറച്ച് പ്രത്യേകതകളുണ്ടായിരുന്നു, വിശേഷതകളുണ്ടായിരുന്നു. ആ വിശേഷതകളാണ് ഈ ഭാഗങ്ങളിലൂടെ ചില മിനിറ്റുകളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു കുരുടനും കുരുടനായി ജനിച്ച കാരണം കൊണ്ടല്ല യാചകനാകുന്നത്. കാരണം അന്ധത ബാധിച്ച എല്ലാവരും യാചകരാണോ? അല്ല. അന്ധത ബാധിച്ച പലരും എത്രയോ നല്ല സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ എന്തുകൊണ്ട് എല്ലാ നന്മയും ഉണ്ടായിട്ടും യാചകനായി മാറി? കാരണം യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായി കാണുന്ന മനുഷ്യൻ അവനെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനായി ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞതിൻ്റെ കാരണം യോഹന്നാൻ 9:20 വായിക്കുന്നുണ്ട്, അവന് പേരൻസ് ഉണ്ടായിരുന്നു, അവന് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മാതാപിതാക്കൾ അവൻ്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു എന്നവർ സമൂഹത്തോട് ചോദ്യം ചെയ്തവരോട് പറഞ്ഞത്. അപ്പോൾ ഈ കുരുടന് പേരൻസ് ഉണ്ടായിരുന്നു, അമ്മയപ്പന്മാരുണ്ടായിരുന്നു. യോഹന്നാൻ 9:22 വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു അവനെ സൗഖ്യമാക്കിയത് കൊണ്ടും അവൻ സൗഖ്യം പ്രാപിച്ചതുകൊണ്ടും യേശുവിൽ വിശ്വസിച്ചതുകൊണ്ടും ആ കാലത്തുള്ളവർ അവനെ പള്ളിഭ്രഷ്ടനാക്കി മാറ്റി. യഹൂദന്മാർ ആ നിലയിൽ പ്രവർത്തിച്ചു, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഒരു പള്ളിയിൽ അവന് മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പള്ളിക്കകത്ത് നിന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു മെമ്പർഷിപ്പ് അവനുണ്ടായിരുന്നു, അപ്പനും അമ്മയും അവനുണ്ടായിരുന്നു. യോഹന്നാൻ 9:35 പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാക്യം നമ്മൾ കാണുന്നത്. യോഹന്നാൻ 9:35 അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടപ്പോൾ യേശു അവൻ്റെ അരികിൽ വന്നു. അപ്പോൾ അകത്തായിരിക്കുന്നവനെയാണല്ലോ പുറത്താക്കുന്നത്. അവൻ പള്ളിയിൽ അംഗത്വമുള്ളവനായിരുന്നു. യോഹന്നാൻ 9:23 വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, അവൻ ഒത്തിരി പക്വതയോടെ സംസാരിച്ചവനായിരുന്നു. അവൻ്റെ അമ്മയപ്പന്മാർ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പാൻ. അപ്പോൾ അവൻ മെച്യൂർഡായിരുന്നു, അവന് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പേരൻസ് ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും അവനൊന്നുമല്ലാത്തവനായി മാറി. അങ്ങനെയുള്ള അനേകർ ഈ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ എന്നെ കാണുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും അപ്പനും അമ്മയും വീടും സഹോദരങ്ങളും ഇടവക്കാരും പള്ളിക്കാരും നാട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ആകുവാൻ കഴിയാതെ നിങ്ങൾ ഒറ്റപ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ കുരുടൻ്റെ അരികിൽ വന്ന് അവനൊരു പുതിയ ജീവിതം കൊടുത്ത കർത്താവ് നിങ്ങൾക്കും ഒരു പുതിയ ജീവിതം തരുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഈ കുരുടൻ്റെ പ്രത്യേകത, അല്ല എല്ലാ കുരുടന്മാരുടെയും സവിശേഷത, പ്രത്യേകത, അവർക്ക് വേഗതയില്ല. വേഗത്തിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല. അവർ വേഗത കുറഞ്ഞവരായിരിക്കും. നമ്മളെപ്പോലെ വളരെ വേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ട് അവർക്കെല്ലാം ചെയ്യാൻ കഴിയുകയില്ല. മറ്റൊരാളുടെ സഹായം പലപ്പോഴും അവർക്ക് ആവശ്യമായിരിക്കുന്നു. എന്നാൽ യേശു നിങ്ങളുടെ അരികിൽ വന്നാൽ, ആ കുരുടനെ കണ്ട് അവൻ്റെ കണ്ണുകളെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നഷ്ടപ്പെട്ടു പോയ വേഗത നിങ്ങൾക്ക് മടക്കി ലഭിക്കും. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ അഹരോൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട് ആ സാക്ഷ്യ കൂടാരത്തിൽ തളിർത്തതുപോലെ, 5 കൊല്ലം കൊണ്ട് 6 കൊല്ലം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സ് ഒറ്റ രാത്രി കൊണ്ട് സാധിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ മന്ദഗതിയിൽ ഇഴയുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സകലതും വേഗത്തിലാക്കി മാറ്റുവാൻ യേശു കർത്താവ് മതിയായവനാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 46-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടി, അവൻ്റെ കാലുകൾക്ക് ദൈവം വേഗത കൽപ്പിച്ചു. ഒരു ആക്സിലറേഷൻ ഉണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാം ഇഴയുകയാണ്, എല്ലാം മന്ദഗതിയിലാണെന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെ വേഗത്തിൽ വളരെ ഫാസ്റ്റായി പരിശുദ്ധ ആത്മാവ് ചെയ്യുവാനിടയാകട്ടെ.
പ്രിയപ്പെട്ടവരെ, ഈ കുരുടൻ്റെ മൂന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ കുരുടന്മാരുടെ മൂന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവർ പുതുമ നഷ്ടപ്പെട്ടവരാണ്. അവർക്കൊന്നും പുതുതായിട്ട് കാണാനില്ല, അവർക്കൊന്നും പുതുതായിട്ട് നോക്കാനില്ല, അവർക്കൊന്നും കണ്ട് സന്തോഷിക്കുവാനില്ല. എന്നാൽ യേശു കർത്താവ് അവൻ്റെ അടുക്കൽ വന്നപ്പോൾ, യേശു അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത പുതിയ കാഴ്ചകൾ, പുതിയ കാര്യങ്ങൾ അവൻ കാണാനായി തുടങ്ങി. എന്നും ഒരേ കാഴ്ചകൾ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, കരയുന്നു, ദുഃഖിക്കുന്നു, നിരാശപ്പെടുന്നു, ഒന്നും നടക്കുന്നില്ല, കിടന്നുറങ്ങുന്നു, പിന്നെയും കഷ്ടപ്പെടുന്നു, ജോലി ചെയ്യുന്നു. അവൻ ജീവിതത്തിൽ ഒന്നും ഒരു പുതുമയുമില്ല, ഒരു സന്തോഷമില്ലാതെ. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് വരിക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായിത്തീരുന്നു. സകലത്തെയും കർത്താവിന് പുതുതാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനൊരു പുതുമ കർത്താവ് തരും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനൊരു സന്തോഷം കർത്താവ് തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊരു പുതുമ തരുവാൻ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുതിയ ചില അധ്യായങ്ങൾ തുറക്കുവാൻ, പുതിയ ചില വാതിലുകൾ തുറക്കുവാൻ, പുതിയ ചില നന്മകൾ തരുവാൻ, പുതിയ ചില വഴികൾ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്നത്തെ സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യേശു തുടച്ചു നീക്കും. ഇന്നത്തെ പ്രതികൂലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് തുടച്ചു നീക്കും. സകലത്തെയും കർത്താവ് പുതുതാക്കും. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് തന്നെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സകലവും പുതുതാക്കുവാൻ, തകർന്നതിനെ പണിതുയർത്തുവാൻ, നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെ മടക്കിക്കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തിലും ഒരു പുതുമ നൽകുവാൻ, ഒരു സന്തോഷം നൽകുവാൻ യേശു മതിയായവനാണ്. ഈ കുരുടൻ്റെ ജീവിതത്തിൽ അവൻ ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ട് അവൻ്റെ നഷ്ടപ്പെട്ട ഭാവി യേശു അവന് തിരികെ കൊടുത്തു. അവൻ വേഗത നഷ്ടപ്പെട്ടവനായിരുന്നു. അവൻ്റെ ജീവിതത്തിലെല്ലാം വേഗത്തിലാകുവാൻ തുടങ്ങി. അവൻ പുതുമയില്ലാത്തവനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ സകലത്തെയും കർത്താവ് പുതുമയുള്ളതാക്കി മാറ്റി. ഈ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ മതിയായവനാണ്.